ഇപ്പം നമ്മൾ കണ്ട വീഡിയോ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാമേ. അതിനായിട്ട് നമ്മൾ VN ആപ്പ് എടുത്തിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫേസ്ബുക്കിലോട്ട് അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനത് 9.16 തിരഞ്ഞെടുത്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് വലിപ്പത്തിൽ ഒന്ന് ക്രോപ്പ് ചെയ്യണം. അതിനായിട്ട് ക്രോപ്പ് താഴെ ഭാഗത്തായിട്ട് ക്രോപ്പ് ഉണ്ട്. അത് ക്രോപ്പ് ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ 9.16 കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഈ ഇമേജ് ഒന്ന് വലിപ്പം കൂട്ടുക. നമുക്ക് എത്ര ഏരിയ വേണമെന്ന് വെച്ചാൽ അത്രയും. അതിന് ശേഷം അത് തിരിച്ചു കൊണ്ടുവരിക. അതിനുശേഷം സ്ക്രീനിൽ എവിടെ ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത ലെയർ തൊട്ട് മേളിലായിട്ട് കാണുന്ന ലെയറിൽ തൊടുക. അവിടെ തൊടുമ്പോൾ അടുത്ത ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തത് നമ്മൾ പൃഥ്വിരാജിൻ്റെ തന്നെ വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അത് വന്നു. അത് നമ്മളൊന്ന് ക്രോപ്പ് ചെയ്യണം. അതിനും ക്രോപ്പ് കൊടുക്കുക. തന്നെ ഫുള്ള് 9.16 കൊടുക്കുക. ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആ ഫോട്ടോ ഫുള്ള് മറിഞ്ഞു പോകാനായിട്ട് നമ്മൾ താഴെ തന്നെ ഇവിടെ ഇതായിട്ട് ഫിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫിറ്റിൽ നിന്ന് ടച്ച് ചെയ്യുക. ഫിറ്റിൽ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ തന്നെ ആ ഫോട്ടോ നമ്മൾ അതിൻ്റെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്രയും തന്നെ ആ ഫോട്ടോ കിട്ടും. അതിൻ്റെ ആ ഫോട്ടോയുടെ മുകളിലായിട്ട് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ എൻഡ് വരെ വേണമെന്ന് ചോദിക്കുന്നു. നമുക്ക് വേണമല്ലോ, അതുകൊണ്ട് എൻഡ് ഞെക്കുക, ടച്ച് ചെയ്യുക. ഫുള്ളായി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ മാസ്കും കീ ഫ്രെയിമും അതുകൊണ്ടാണ് നമുക്കിത് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മാസ്ക് തിരഞ്ഞെടുക്കുക. ഞാൻ മാസ്ക് എടുത്തുമ്പോൾ തന്നെ നോൺ കിടപ്പുണ്ടായി തൊട്ടിപ്പോൾ ലൈനർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെടുക്കുക. സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കറക്റ്റ് ചെയ്യുക. ഇങ്ങോട്ട് കറക്കണമെങ്കിൽ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. ഇതിങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക. ഇനിയാണ് ഇതിൻ്റെ ശരിയായ പരിപാടി തുടങ്ങുന്നത്. അതായത് കീ ഫ്രെയിം, അത് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലസ് ബട്ടൺ, അതിപ്പോൾ കോർണറിനകത്ത് ഒരു പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ചതുര കോർണറിനകത്ത് ഒരു ഡയമണ്ട് ചിഹ്നത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ നീല ഫ്രെയിമിൽ തന്നെ താഴെ അത് തന്നെ കീ ഫ്രെയിം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ശകലം ഫ്രണ്ടിലോട്ട് ഓടിക്കുക. കൈകൊണ്ട് തന്നെ മുന്നോട്ട് നീക്കുക. എന്നിട്ട് ഇതൊന്ന് കറക്കുക. ഒന്ന് കറക്കി ഇവിടെ വന്നു. ശരി, ഒന്നുകൂടെ മുന്നോട്ട് നീക്കുക. ഒന്നുകൂടെ കറക്കുക. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് നീക്കുക. ഇങ്ങനെ ഒന്ന് കറക്കുക. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് നീക്കുക. ഇങ്ങനെ മുന്നോട്ട് വെക്കുക. നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ താഴെ അത് കീ ഫ്രെയിം വരുന്നതായിട്ട് കാണാം. അതായത് അവിടെ കറങ്ങുന്ന കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് കീ ഫ്രെയിം വരുന്നത് കാണാം. ശരി, ഒന്നുകൂടെ കറക്കുക. കണ്ട, കൈ എടുക്കുമ്പോൾ തന്നെ അവിടെ കീ ഫ്രെയിം വന്നു കഴിഞ്ഞു. അടുത്തൊന്ന് കറക്കുക. ഓക്കെ, കീ ഫ്രെയിം വന്നു കഴിഞ്ഞു. ഓക്കെ, കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്കൊരു ഫുൾ ഫോട്ടോയിലോട്ട് വന്ന് കറങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി ഇടുക. നേരെ തിരിച്ചു പോകാനുള്ള കാണിക്കും. ഓക്കെ ആയി കഴിഞ്ഞു. അതിന് ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഒന്ന് ഓടിച്ച് നോക്കാം. കണ്ട, ക്ലിയറായിട്ട് വന്നു. അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് നമ്മൾ മേളിൽ കാണുന്ന നീല ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കറക്റ്റ് സേവ് ആയി കിട്ടുന്നതാണ്. ഇനി നമ്മൾ വേണ്ട പാട്ടൊക്കെ കൊടുത്ത് അങ്ങ് സേവ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, താങ്ക് യു.